ഹമാസിന്റെ പ്രതികരണം, അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം, ഹമാസ് സമാധാനം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള നീക്കം നടത്തേണ്ടത് നെതന്യാഹു ആണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നു. ഒരു യുദ്ധവിരാമത്തിലേക്കുള്ള സൂചനകളാണോ ഇത്? തീർച്ചയായും അതെ. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വാർത്തകളും ശുഭവാർത്തകൾ തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ഇസ്രായേലിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഒന്ന് ഈ പ്രിസണേഴ്സിനെ ആയി വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഹമാസിനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും നാളായിട്ട് ഇസ്രായേലി ആളുകളെ അവിടെ സുരക്ഷിതരായി വെച്ചിരിക്കുന്നു. അതൊരു നല്ല നീക്കമാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ നടന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ശുഭവാർത്തയാണ്. പക്ഷെ ഇനിയും കൊണ്ട് ഒരുപാട് ഡബിൾ ഈസിന്റെ ഡീറ്റെയിൽ എന്നല്ലേ പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കേണ്ടതാണ്. പക്ഷെ തീർച്ചയായും വളരെ ശുഭകരമായ വാർത്തകളാണ് ഇന്ന്. ഗസയുടെ ഇനിയുള്ള ഭരണം സംബന്ധിച്ചൊക്കെ കൂടുതൽ ചർച്ച വേണമെന്നൊരു ആവശ്യം കൂടി ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബന്ദികളെ വിട്ടു നൽകിയതിന് ശേഷമുള്ള ഈ കരാറിന്റെ ഭാവിയെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതെ, അതൊക്കെ ഇപ്പോഴും ദുരൂഹമാണ് പല കാര്യങ്ങളും. ഏതിലേക്കാണ് നീങ്ങുന്നത്? ആദ്യമായിട്ട് വേണ്ടത് യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാവരും ഇതിനെ ആശയോട് കൂടി നോക്കുന്നത്. കാരണം തീർച്ചയായും യുദ്ധം നിർത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പോഴും അവിടെ കൊല നടക്കുകയാണ്. അപ്പോ അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് സമാധാനമാകും. പക്ഷെ അതിന്റെ റിയാക്ഷൻ ഇസ്രായേലും ഹമാസും അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഉള്ള ചിന്ത വരികയാണെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയായിരിക്കും. പക്ഷെ ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് തീർച്ചയായും വളരെ ആശാവഹം തന്നെയാണ്. യെസ്, അങ്ങനെ ഒരു നിലപാടിലേക്ക് ട്രംപ് നീങ്ങാനിടയായ സാഹചര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. UN പൊതുസഭയിലടക്കം നെതന്യാഹു സംസാരിക്കുമ്പോൾ പ്രതിനിധികൾ ഇറങ്ങിപ്പോയിക്കൊണ്ടുള്ള ഒരു ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു മാറി ചിന്തിക്കലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അതെ, ആ പ്രതിഷേധം ഇതിലും കൂടുതൽ ശക്തമാകേണ്ടതായിരുന്നു. അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ഇത്രയും കൊലകൾ നടക്കുമ്പോഴും ലോകരാജ്യങ്ങളൊക്കെ അതിനെപ്പറ്റി കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്നതല്ലാതെ ഒന്നും പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഖത്തറിനെ ആക്രമിച്ചത് തന്നെയല്ല, ആ ആക്രമണം ഉണ്ടായത് അവിടെ ഹമാസ് നേതാക്കൾ ഉണ്ടെന്നുള്ള ഇസ്രായേലിൽ നിന്നുള്ള അറിവ് അവർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വളരെയധികം ആശങ്ക പ്രകടിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളത്. കാരണം ഖത്തറായിരുന്നല്ലോ ഒരു സമാധാനകാംക്ഷയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അവിടെയാണ് ആ ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. അപ്പോൾ ഒരുപക്ഷെ ഇത് ഒരു തരത്തിൽ പറഞ്ഞ് ഖത്തറിനോടും മറ്റ് GCC നേതാക്കന്മാരോടുമുള്ള ഒരു സന്ദേശം കൂടി ഇതിനകത്ത് ഉണ്ട്. അതായിരിക്കണം ഇത് ഇത്ര പെട്ടെന്ന് ഇതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹമാസിന് ഇപ്പോഴും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അവർ പറയുന്നത് പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അവരുടെ 72 മണിക്കൂറിനകം ഹോസ്റ്റേഴ്സിനെ വിടാൻ സാധ്യതയില്ല. കാരണം ഹോസ്റ്റേഴ്സിനെ വിട്ടുകഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള പ്രഷർ, ഹമാസിലുള്ള പ്രഷർ മാറും എന്നവർക്ക് പ്രതീക്ഷയില്ല. കാരണം നെതന്യാഹു ഇപ്പോഴും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇത്രയും ഉണ്ടായത് തന്നെ തീർച്ചയായിട്ടും ശുഭകരമായി തന്നെ കാണേണ്ടി. നെതന്യാഹു ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ട്രംപിന്റെ ഒരു നിർദ്ദേശമൊക്കെ മറികടന്ന് ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ അദ്ദേഹത്തിന്റെ ഭാവി, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, അദ്ദേഹത്തിനെതിരെ അവിടെ ഉയരുന്ന പ്രതിഷേധം, അതിൻ്റെയൊക്കെ ഭാവി എന്താകുമെന്ന ആശങ്ക സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പോൾ ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശത്തിന് പൂർണ്ണമായും ഇസ്രായേൽ നെതന്യാഹു വഴങ്ങുമെന്ന് തന്നെയല്ല അങ്ങ് കരുതുന്നത്? എല്ലാം കണ്ടീഷനിലായിരിക്കുമല്ലോ. ഹമാസിന്റെ തന്നെ കണ്ടീഷനല്ലേ, അവർ മുഴുവനായിട്ട് അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ധൃതിയിലാണിപ്പോൾ. പക്ഷെ അത് ഇന്നെവിറ്റബിളാണ്. ഇത്രയെത്തിയ സ്ഥിതിക്ക് പക്ഷെ യുദ്ധം അവസാനിക്കുക, ആളുകളെ വധിക്കുന്നില്ല എന്ന് വന്നാൽ തന്നെ ലോകം ആശ്വസിക്കുമല്ലോ. അപ്പൊ അതെന്തായാലും സംഭവിച്ചിരിക്കുന്നു.